ഇൻഷാ അല്ലാ ഇത് സ്പെഷ്യൽ എപ്പിസോഡാണ്. നമുക്ക് വേണ്ടി സുന്ദരമായിട്ടുള്ള ഗാനം ആലപിക്കാൻ വേണ്ടി ഇവിടെ മിസ്ഹബ് കാരപ്പറമ്പ് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അദ്ദേഹത്തെ നമ്മൾ ഓരോരുത്തർ കാത്തിരിക്കുകയാണ് ഒരു ഗാനം കേൾക്കാൻ വേണ്ടി. ഇൻഷാ അല്ലാ അത്രയും മനോഹരമാണെന്നാണ് പറഞ്ഞത് കേട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. നമ്മൾ തെന്മൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. ഇൻഷാ അല്ലാ ഇത് സ്പെഷ്യൽ എപ്പിസോഡാണ്. നമുക്ക് വേണ്ടി സുന്ദരമായിട്ടുള്ള ഗാനം ആലപിക്കാൻ വേണ്ടി ഇവിടെ മിസ്ഹബ് കാരപ്പറമ്പ് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അദ്ദേഹത്തെ നമ്മൾ ഓരോരുത്തർ കാത്തിരിക്കുകയാണ് ഒരു ഗാനം കേൾക്കാൻ വേണ്ടി. ഇൻഷാ അല്ലാ അത്രയും മനോഹരമാണെന്നാണ് പറഞ്ഞത് കേട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഹൈറാക്കി തരട്ടെ. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ ചോദിച്ചു ഓക്കെ അതായത് നമ്മുടെ കൂട്ടുകാർക്ക് തന്നെ അറിയാൻ മതിയോ. അതെ അതെ, നമ്മുടെ ഇവിടെ ഒരു ക്ലൂ ഒക്കെ ഉണ്ട് അല്ലേ? അതെ അതെ, ചെറുതായിട്ട് ആ ഒരു ക്ലബ് ഇങ്ങനെ ഞങ്ങള് വെച്ചിട്ടുണ്ട്. ആ ആ പലരും ഒന്ന് സ്കൂളുകളിലൊക്കെ പോയിട്ട്, ആ അതായത് ഇന്നത്തെ സ്കൂളിൽ പോകുന്നതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ. അന്ന് സാധാരണ സ്കൂളിൽ പോകുന്നതിന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് സ്കൂളിൽ പോയാൽ നമ്മൾ ക്ലാസ്സിൽ വേറെ ചെറിയൊരു കിട്ടല്ലേ? മധുരത്തില് ഒരു വെള്ള കളറില് പായസം. പായസം കിട്ടും. ഓക്കെ ഓക്കെ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കൂട്ടുകാരെല്ലാവരും എന്തിനാണ് ആ പായസം അതെന്തിനാന്നുള്ളതാണ്. ഓക്കെ, എന്തിനാണ്? എന്താണ് ഇതിന്റെ അതെ അതെ, ഓക്കെ, ഓക്കെ. കമന്റ് ബോക്സിൽ പറയുന്നു. അതെ അതെ, ഇത് അതെന്നാണ്? ആഗസ്റ്റ് 15 അല്ലേ? അതെ 15 സ്വാതന്ത്ര്യം അതെ. ദിവസമാണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ് അല്ലേ? ഓക്കെ, എല്ലാവർക്കും അറിയാം. എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന്? ഓക്കെ, 79 പൂർത്തിയായി. 80ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷം. ഓക്കെ, 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. നമ്മൾ സന്തോഷത്തോടു കൂടി ആഘോഷം. ഓക്കെ ഇൻഷാ അല്ലാ. നമുക്ക് ഈ ഒരു ദിവസം എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് അറിയണല്ലോ. അതെ അതെ, കുറെ കാലമായി പായസം കുടിക്കുന്നത് ആഘോഷിക്കുന്നത്. ആഗസ്റ്റ് 15 സ്കൂളിൽ പോവാ, പൊടി പൊതിച്ച സ്വാതന്ത്ര്യത്തിനാണ്. ഇന്നെന്താ ദിവസം? ഇത് സ്വാതന്ത്ര്യത്തിനാണ്. എന്താ സ്വാതന്ത്ര്യം എന്നുള്ളത് പല കൂട്ടുകാർക്കും അറിയില്ല. അതെ അതെ അതെ, അത് എന്താണ് സ്വാതന്ത്ര്യം? അപ്പൊ ഒരു കഥ പറയാൻ, ചെറിയൊരു കഥ എന്ന് പറഞ്ഞത്, ഒരു അഹ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടി, അവന് ഒരു ചെറിയൊരു കിളിയുണ്ട്. അവൻ ആ കിളിയെ ചെറിയൊരു കൂട്ടില് ഭദ്രമായിട്ട് അവൻ ഇങ്ങനെ കൊണ്ടുനടക്കും. അവന്റെ വിചാരം അത് ആ കിളിക്കുള്ള സംരക്ഷണാണെന്ന്. പക്ഷെ ആ കിളിക്ക് ശരിക്കും അവിടെ ഒരു സന്തോഷമുണ്ടോ? ചെറിയൊരു കൂട്ടിലിങ്ങനെ നിൽക്കാനുള്ളത് പ്രയാസമാണ് അല്ലേ? ഓക്കെ, കാരണം എന്താ? ആ കിളിയുടെ എല്ലാവിധ സന്തോഷങ്ങള് ഈ കൂട്ടിലടക്കുന്നതോടുകൂടി കെടുകയാണ്. സന്തോഷം ലഭിക്കുന്നില്ല. നമ്മളെ റൂമിന്റെ ഉള്ളിലിട്ട് നമുക്ക് ഫോണും മൊബൈൽ ഫോണും ഒന്നും ഇല്ലാണ്ട് നമ്മളെ തന്നെ റൂമിന്റെ ഉള്ളിലിട്ട് പൂട്ടി കഴിഞ്ഞാല് അതെ, നമുക്ക് എത്ര മാത്രം വിഷമുണ്ടാവും. അതെ 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 അതെ. അതേപോലെ തന്നെ ഈ കിളിയുടെ ആ ഒരു പ്രയാസം അല്ലെ, ഒന്ന് ആ ഒരു സമയത്ത് അതിനൊന്ന് തുറന്നു വിടുകയാണെങ്കിലോ, അതിഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പാറിപ്പറക്കും, ഇഷ്ടമുള്ളത് കഴിക്കും, കുടിക്കും അല്ലേ? ഓക്കെ, എങ്കിലും പ്രിയമുള്ളവർ, അതേപോലെ നമ്മൾ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരാൽ കെട്ടിടക്കപ്പെട്ട ഒരു സഹായം ഉണ്ടായിരുന്നു. നമ്മളെ പ്രയാസപ്പെടുത്തിയിരുന്ന, നമ്മളെ മർദ്ദിച്ചിരുന്ന, നമ്മൾ ചൂഷണം ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നും നമുക്ക്
സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ഇല്ലേ? അത് ഏത് വർഷമാണ്? 1900 1900 പോരട്ടെ. എല്ലാവർക്കും അറിയും. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് ആ ഒരു വർഷത്തിലാണ്, ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ? നമ്മൾ മറ്റുള്ള രാജ്യക്കാർ നമ്മളെ ഭരിച്ചിരുന്ന കാലമായിരുന്നു അത്. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്ന കാലമായിരുന്നു. പക്ഷേ അവർ പൂർണ്ണമായി അവിടുന്ന് പോയി പൂർണ്ണമായും ഇന്ത്യക്കാർ ഭരിക്കുന്ന ഒരവസ്ഥയിൽ എത്തി. അപ്പോൾ സ്വാഭാവികമാണ്, ഇന്ത്യയുടെ നന്മയാണ് ഭരണാധികാരികൾ ലക്ഷ്യം വെക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ ഇനിയുള്ള കാലങ്ങളിൽ. അതിനുവേണ്ടി നമ്മൾ പ്രാവർത്തിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ. ഒരു ചോദ്യം ചോദിച്ചാലോ? ആരൊക്കെയാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച അതിനു വേണ്ടി അവരുടെ ജീവിതം തന്നെ ത്യജിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചോദിക്കാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ കൂട്ടുകാര് പറയുന്ന ഒരു ഉത്തരവുണ്ടാകും, തീർച്ചയായും ഗാന്ധിജി. പിന്നെ അതുപോലെ തന്നെ അതെ, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന അബുൽ കലാം ആസാദ്, ഓക്കെ, മൗലാന ഷൗക്കത്ത് അലി. ഓക്കെ, മാഷാ അല്ലാ, മാഷാ അല്ലാ. ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ഓക്കെ, കേരളക്കരയിലും ഇതിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച, അതിനു വേണ്ടി പലതും മാറ്റിവെച്ച ഒരുപാട് ആളുകളുണ്ട്. കേളപ്പൻ പോലെയുള്ള, അബ്ദുൽ ഖാദർ മൗലവി, സാഹിബ്, അതെ, കെ എം മൗലവി, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം അവർ നമുക്ക് വേണ്ടി അവർ പ്രയാസപ്പെട്ടിരുന്നു. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിരുന്നു. അതൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം എന്താ, ഇവരൊക്കെ പ്രയാസപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ അവിടെ ജീവിക്കുന്നത്. അല്ലാഹു ഖൈറാക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതല്ല, നമ്മൾ മനസ്സിലാക്കണം ഈ ദിവസം. അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതിനു വേണ്ടി എന്ത് വേണം? ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഓരോ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതല്ല നബി പഠിപ്പിച്ചത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരുടെ അവരിലും സംഭവിക്കാൻ വേണ്ടി, അവർക്കും അത് ലഭിക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെന്ന്, നിങ്ങളെ സഹോദരനും നിങ്ങൾ വിചാരിക്കുന്ന നന്മകളൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ മാത്രമേ ഓന് ഒരു മുസ്ലിം ആവുള്ളൂ എന്നാണ് നബി പഠിപ്പിച്ചല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ആഗ്രഹിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അതിലൂടെ ഈ നാടിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു പൗരന്മാരായി മാറണം നമ്മൾ ഓരോരുത്തർ. അപ്പം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, നന്മകൾ പഠിക്കുക, നന്മകൾ പങ്കുവെക്കുക, നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അത് ജീവിതത്തിലേക്ക് പകർന്നതിന് അല്ലാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? പക്ഷെ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ ആ ഒരു ഗാനം ഉണ്ടല്ലോ, എല്ലാവരും അതാണ് കാത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവസാനമായി ആ ഒരു ഗാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. സുന്ദരമായൊരു രാജ്യം നമ്മുടെ ജന്മഗേഹം ഇന്ത്യ, സുശക്തമായൊരു പോരാട്ടത്തിൽ ജയിച്ചു നേടിയ മണ്ണ. സുന്ദരമായൊരു രാജ്യം നമ്മുടെ ജന്മഗേഹം ഇന്ത്യ, സുശക്തമായൊരു പോരാട്ടത്തിൽ ജയിച്ചു നേടിയ മണ്ണ, ജയിച്ചു നേടിയ മണ്ണ. അപ്പോൾ ഈ ഒരു നാട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, മുമ്പ് കഴിഞ്ഞ ആളുകൾ, അവർ ഒരുപാട് പ്രയാസപ്പെട്ട് നേടിയെടുത്തതെന്നാണ് ഈ ഒരു നാട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രവർത്തിക്കുക, പണിയെടുക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്ദരമായൊരു രാജ്യം നമ്മുടെ ജന്മഗേഹം ഇന്ത്യ, സുശക്തമായൊരു പോരാട്ടത്താൽ ജയിച്ചു നേടിയ മണ്ണ. തേൻമൊഴി, നന്മയുടെ വഴി.